ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ട്രീസ ഷജീസ്. ഞാൻ വൈറ്റിലയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മാർച്ച് 22 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ മകൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് അലൻ ഷജീസ്. ആദ്യം തന്നെ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. 2019 എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരുവാനും ഞങ്ങൾ ഇവിടെ കൃപാസന അമ്മയെടുത്ത് പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ 2 അത്ഭുതങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ആദ്യം തന്നെ ഞാൻ 2019-21 കാലഘട്ടത്തിലാണ് ഞാൻ ഈ BCom പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 2020 എൻ്റെ 3rd സെം ഇംഗ്ലീഷിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. സോ റിസൾട്ട് വന്ന സമയത്ത് എനിക്കങ്ങനെ പേടിയൊന്നുണ്ട്. എനിക്ക് ഒരുവിധം മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരുന്നു എല്ലാ സബ്ജക്റ്റിനും. അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇംഗ്ലീഷിന് എനിക്ക് വെറും 9 മാർക്കായിരുന്നു ഇട്ടായിരുന്നത് 100-ൽ. എനിക്കത് വളരെയധികം വിഷമമായ ഒരു കാര്യമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ എൻ്റെ ക്ലാസ്സിലാകെ ഇംഗ്ലീഷിന് ഞാൻ മാത്രമായിരുന്നു ഫെയിലായിട്ടുണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു എനിക്ക് വളരെയധികം വിഷമവും കാര്യങ്ങളൊക്കെ ആയി. ഞാനപ്പോൾ കോളേജിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അത് കറക്ഷൻ എന്തെങ്കിലും ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമായിരുന്നു. ഞാനപ്പോൾ ടീച്ചേഴ്സ് അവരുടെ പറയുന്നത് കേട്ട് ഞാനത് സ്ക്രൂട്ടണിക്കും റിവാലുവേഷനും കൊടുത്തു ആ പേപ്പർ. അങ്ങനെ ഞാൻ സ്ക്രൂട്ടണിക്ക് തന്നെ യൂണിവേഴ്സിറ്റി വിളിച്ചു. സ്ക്രൂട്ടണിക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എഴുതിയ പേപ്പർ നമുക്ക് അവരൊന്നും കൂടി ചെക്ക് ചെയ്യാനായിട്ട് തരും. സോ ഞാൻ എൻ്റെ പേപ്പർ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആകെ സ്ക്രൂട്ടണി ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ആഡിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നമുക്ക് കൂട്ടിയിട്ട് തരും. പക്ഷേ വേറെ എന്തെങ്കിലും കറക്ഷൻ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി അത് റിവാലുവേഷനോ അല്ലെങ്കിൽ ഒന്നും കൂടി ആ എക്സാം സപ്ലിമെൻ്ററി ആയിട്ട് എഴുതിയെടുക്കാനേ പറ്റുള്ളൂ. സോ പേപ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എസ്സേക്ക് എല്ലാത്തിനും മാർക്ക് 20 മാർക്കും 15 മാർക്കിൻ്റെ എസ്സേക്ക് 1 മാർക്കും 1/2 മാർക്കും ഫസ്റ്റ് പേജിന് ഇട്ടിട്ടുണ്ട്, ബാക്കി പേജുകൾക്കൊന്നും ഇട്ടിട്ടില്ല. സോ ഞാനിത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആഡിങ് മിസ്റ്റേക്ക് ആണെങ്കിൽ നോക്കാമായിരുന്നു, ഇത് നീ റിവാലുവേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഒന്നും കൂടി എക്സാം എഴുതാൻ പറഞ്ഞു. ഞാനപ്പോൾ അതുപോലെ തന്നെ വിഷമിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓക്കെ, ഞാനപ്പോൾ ഒന്ന് എക്സാം എഴുതാമെന്നും പറഞ്ഞു. ഞാൻ സപ്ലിമെൻ്റ് എക്സാം എഴുതാനുള്ള കാര്യങ്ങൾ നോക്കി റിവാലുവേഷനും കൊടുത്തു. അങ്ങനെ പോകുന്നു. എൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ BCom പഠനം തീർന്നു. അങ്ങനെ 2021 എൻ്റെ BCom കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് എൻ്റെ ഹയർ സ്റ്റഡീസിന് പോകണം, എനിക്ക് MBA എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ MBAക്ക് ചേരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ എനിക്ക് ഒരു എക്സാം പോയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എന്നാലും എൻട്രൻസ് എക്സാം എഴുതാമെന്ന് വെച്ചാൽ ഞാൻ MBAയുടെ CMAT എക്സാം എഴുതി. ഈ CMAT എക്സാം വന്നെന്താണെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് എക്സാമിൻ്റെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് CMAT എക്സാം വന്നായിരുന്നത്. അപ്പോൾ CMAT എക്സാമിന് പഠിക്കലും നടക്കില്ല, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ CMAT പഠിക്കണം എന്നുള്ള ഇതിലായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ സപ്ലിമെൻ്ററി എക്സാം പഠിച്ചിട്ട് പോയി. CMAT എക്സാമിന് ജസ്റ്റ് എന്തോ അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് പോയി, പോയി അവിടെ നിന്ന് എഴുതിയിട്ട് വന്നു. പക്ഷേ എൻ്റെ CMAT എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുന്ന വിധത്തിലായിരുന്നു. വളരെയധികം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലൊരു മാർക്കായിരുന്നു എനിക്ക് മാതാവ് നൽകിയിരുന്നത്. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനപ്പോൾ MBAക്ക് ഒരു കോളേജിൽ, കാക്കനാടുള്ള ഒരു കോളേജിൽ പോയി ഞാൻ MBAക്ക് അവിടെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പളിനോട് കുറച്ച് നേരം സംസാരിച്ചു. പുള്ളിക്കാരി കുറച്ച് നേരപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും വേണ്ട, നിനക്ക് നീ ഒരു കാര്യം നീ ചേരുന്നുണ്ടെങ്കിൽ നീ എപ്പോഴാണെന്ന് വെച്ചാൽ വന്ന് കോളേജിൽ വന്ന് ചേർന്നു, നിൻ്റെ ബാക്കി അക്കാഡമിക്സും പിന്നെ ഈ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് വെച്ച് ഞങ്ങൾക്ക് ഇത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് 6 months ഗ്യാപ്പ് അവർ തരാം, യൂണിവേഴ്സിറ്റിക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് MBA കോളേജിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് MBAക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പക്ഷേ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഞാൻ ഓക്കെ പോവാം എന്നുള്ള ഇതിൽ ഞാൻ അമ്മയായിട്ട് വന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് വന്നു MBA അഡ്മിഷൻ എടുക്കുന്നതിന് അന്ന് ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞങ്ങൾ എന്ത് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയതെടുക്കുന്നതിന് മുമ്പ് എന്ത് കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ 4 പേര്, ഞാനും പപ്പയും അനിയനും അമ്മയും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് രാത്രി ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടായിരിക്കും ഞങ്ങൾ ഒരു 7 മണി 8 മണി ആ ടൈമിൽ വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ജപമാലയൊക്കെ വെച്ചിട്ടാണ് തിരിച്ചു പോകാറ്. അങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. MBAക്ക് ജോയിൻ ചെയ്തു. MBA വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അങ്ങനെ 6 മാസം ആകുന്നതിന് 2 ആഴ്ച മുമ്പ് എന്നെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു അലൻ ഇനി 2 മാസം കൂടി ഗ്യാപ്പുള്ളൂ, അതിനുള്ളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിനക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ MBA പോകുന്ന തോന്നണേന്ന് പറഞ്ഞു. അമ്മോട് നീ എന്തായാലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നന്നായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ നമുക്ക് വന്ന വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിന് 1 ആഴ്ച മുമ്പ് പൂജ ഹോളിഡേയ്സ് വരുമായിരുന്നു. അപ്പോൾ പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ആഴ്ച എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ പൂജ ഹോളിഡേയ്സിന് മുമ്പ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇത് ഡ്രോപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല.
ഞങ്ങൾ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച പൂജ ഹോളിഡേയ്സ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വെള്ളിയാഴ്ച വീക്കെൻഡ് ഞങ്ങൾ ഇതുപോലെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വെറുതെ സൈറ്റിൽ കയറിയിട്ട് സർട്ടിഫിക്കറ്റ് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഇംഗ്ലീഷിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ റീവാലുവേഷൻ കൊടുത്തത് വന്നില്ലായിരുന്നു, പക്ഷേ ഞാൻ സപ്ലിമെൻ്റ് എഴുതിയതിന് വന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാമിന് ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. ഒരുവിധം നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ പറ്റിയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയൊരു അത്ഭുതം. അല്ലെങ്കിൽ ഞാൻ ഏകദേശം എൻ്റെ ഒരു സെമസ്റ്റർ എന്നെ പഠിച്ചു കഴിഞ്ഞായിരുന്നു, 6-7 മാസം കഴിഞ്ഞായിരുന്നു. ഞാൻ അത് MBA അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ട വന്നേനായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് അവിടെ തന്നെ രക്ഷിച്ചു. എനിക്ക് എൻ്റെ MBA അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് ആ കോളേജ് വെച്ച് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നീട് എനിക്ക് ഖത്തർ ഈ 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിന് വോളണ്ടിയറായിട്ട് പോകാനുള്ള ഒരു അവസരം എനിക്ക് എൻ്റെ കോളേജിൽ നിന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജ് അതിൻ്റെ ഒരു സ്പോൺസറായിരുന്നു. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഹെൽത്ത് ഫിസിക്കൽ ഓക്കെ ആയിരിക്കണം, അതുപോലെ അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും പാസ്സാകണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്കതിന് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർ പറഞ്ഞു പാസ്പോർട്ട് വിത്തിൻ 1 വീക്കിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇതുപോലും കിട്ടുള്ളൂ, ക്വാളിഫൈ ആവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ തന്നെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഇത് വന്നിട്ടുണ്ട്, എനിക്കതിന് പോകണം എന്നുണ്ട്. ഈവൻ തോ എനിക്ക് കോളേജിൽ നിന്ന് ആകെ 5 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, എന്നാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 65 ഡേയ്സ് നമുക്ക് ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പ് അവരുടെ മാച്ചസും കാര്യങ്ങളും വോളണ്ടിയേഴ്സായിട്ട് നമുക്ക് അവർ പ്രവർത്തിക്കാൻ പറ്റും. വിത്ത് സ്കൈഫൻ്റെ ആയിരുന്നു. ഞാനപ്പോൾ ഇതിന് അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അവരെന്നെ ക്വാളിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫിസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും ക്വാളിഫൈ ചെയ്യാൻ പറ്റി. പിന്നീട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പാസ്പോർട്ട് ലൈക്ക് യൂഷ്വലി ഒരു ടൈം എടുക്കുമായിരുന്നു, പക്ഷേ ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തു. എനിക്ക് 3-ാം ദിവസം എൻ്റെ വീട്ടിൽ പാസ്പോർട്ട് എത്തി. അങ്ങനെ എനിക്ക് അതിനും പോകാനുള്ള കാര്യങ്ങളൊക്കെ പറ്റിയായിരുന്നു. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി കിട്ടിയ കാര്യമായിരുന്നു. ഞാനിപ്പോൾ ഇൻഫോപാക്കിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ MBA ഏകദേശം തീരാറായപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ തന്നെ ജോലി ലഭിക്കണം എന്നുള്ളത്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ ഞാൻ MBA ഫിനാൻസ് എടുത്തേക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോളേജിൽ MBA ഫിനാൻസിൽ വരുന്ന ജോലികൾ വളരെ കുറവായിരുന്നു. വന്നാൽ തന്നെ നമുക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒന്നിനും അപ്ലൈ ചെയ്യാണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഏകദേശം തീരാറായി, പ്ലേസ്മെൻറ്റ് തീരാറായ ഒരു സമയമായപ്പോൾ ഒരു കമ്പനി വന്നു, ബാംഗ്ലൂർ ബേസ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിരുന്നു. അവർ പറഞ്ഞു നിനക്ക് ഏത് സ്ട്രീമാണെങ്കിലും കുഴപ്പമില്ല, നമുക്കിവിടെ ഏകദേശം എല്ലാ സ്ട്രീമും ഉണ്ട്, നീ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. ഞാനങ്ങനെ അപ്ലൈ ചെയ്തു. എനിക്ക് അവരുടെ 2-3 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാസ്സായി. ഞാനങ്ങനെ ഏപ്രിൽ 3-ാം തീയതി അവിടെ ബാംഗ്ലൂർ ആ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നാട്ടിൽ തന്നെ ഇവിടെ നിന്ന് നോക്കിയാലും കാര്യങ്ങളൊക്കെ ആയിരുന്നു താല്പര്യം. പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്നുള്ള ഇതിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് കിട്ടിയൊരു ജോലിയായിരുന്നു. അമ്മ സമയത്ത് അമ്മയുടെ ഉടമ്പടിയിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെയും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ എനിക്ക് മാർച്ച് 19-ാം തീയതി ആ ഒരു ദിവസം അമ്മ പറഞ്ഞായിരുന്നു മാർച്ച് ഇന്നൊരു ഡേറ്റിനുള്ളിൽ എനിക്ക് ഇത് കിട്ടുന്നുള്ളത്. ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ജോലിയും ലഭിച്ചു. ആ ഒരു കമ്പനിയിൽ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ തന്നെ ജോലി കിട്ടി. അവിടെ കയറി കുറച്ചാളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയായിരുന്നു. എന്നാലും എനിക്കൊരു 6 മന്ത്സ് ആയപ്പോഴേക്കും എനിക്ക് ആ ജോലിയിലേക്ക്, ഞാൻ ഫിനാൻസ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഫീൽഡിലല്ല. അപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തുടങ്ങി. പക്ഷേ എനിക്ക് അവിടെ നിന്ന് നിർത്തുകയും വേണം, എനിക്ക് ഹെൽത്തായിട്ട് കുറേ ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പിന്നെ മെയിൻ അതുപോലെ തന്നെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ 4 പേരും എല്ലാവരും ഏതെങ്കിലും സമയത്തായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോയി ഞങ്ങൾ ഇതുവരെ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. അത്ര എന്തെങ്കിലും വയ്യാണ്ട് വന്ന സമയത്ത് മാത്രം പള്ളിയിൽ പോകാണ്ടിരിക്കുക, അല്ലാണ്ട് എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് പോകുന്നതിന് ഇതിനു മുമ്പ് അമ്മ മാതാവിൻ്റെ ഉപ്പ് അമ്മ എല്ലാ ദിവസവും തന്നിട്ടായിരുന്നു ഞങ്ങൾ പോകാറ്. അതുപോലെ തേനും കാര്യങ്ങളും, പിന്നെ അതുപോലെ എണ്ണയും അമ്മ തേച്ചിട്ട് പുറത്തേക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങളെ പുറത്തേക്ക് വിടാറുള്ളൂ. 4 പേരെയും ഞങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ബാംഗ്ലൂർ അവിടെ നിന്ന് പോരണമെന്നുണ്ടെങ്കിലും ഞാൻ ഇത്ര നാളും വർക്ക് ചെയ്തതിൻ്റെ ഒരു വലിയൊരു എമൗണ്ട് ഇൻസെൻറ്റീവ്, ഒരു വലിയ തുക അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏപ്രിലാകുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻസെൻറ്റീവ് റിലീസ് ചെയ്യണമെങ്കിൽ അടുത്ത വർഷം ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് റിലീസ് ആവുള്ളൂ. അവരുടെ ആ ഒരു പ്രോസസ്സ് അനുസരിച്ച് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു എമൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് അവിടെ ഇട്ടിട്ട് പോരാനൊരു മടിയായിരുന്നു. അപ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രയറിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞത്. ഉടമ്പടി എടുക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ക്യാൻഡിൽ ലൈറ്റ് പ്രയർ ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നുകൊണ്ട് ഞാൻ ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രയറിൽ ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും
ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന കാൻഡിൽ പ്രയർ വെച്ച് പ്രാർത്ഥിച്ചേക്കുന്ന ഒരു കാര്യം പോലും എനിക്ക് ഇതുവരെ നടന്ന് കിട്ടാണ്ടിരുന്നിട്ടില്ല. ലൈക്ക് ഞാനപ്പോൾ അന്ന് ഞാനിതുപോലെ കാൻഡിൽ പ്രയർ വെച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് അമ്മ എനിക്ക് ഇവിടെ പറ്റുന്നില്ല, എനിക്കെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പള്ളിയിലും കാര്യങ്ങളൊന്നും പോകാനേ പറ്റുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഈ സെയിൽസ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈവൻ തോ സൺഡേ ആണെങ്കിൽ പോലും ജോലിയുണ്ട്, സാറ്റർഡേ സൺഡേ ജോലിയുണ്ട്, ട്യൂസ്ഡേ ഒരു ദിവസം ഓഫ് കിട്ടുന്നത്. അപ്പോൾ സൺഡേ ആണെങ്കിലും രാവിലെ ജോലിക്ക് പോകണം, പള്ളിയിൽ പോലും കാര്യങ്ങൾ നടക്കില്ല, തിരിച്ചു വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ എൻ്റെ പള്ളിയിൽ പോലും കാര്യങ്ങളൊക്കെ പോയി കുമ്പസാരം ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ ഇന്നപ്പോഴേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ആ ഇൻസെൻറ്റീവ് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാമായിരുന്നല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു ജാനുവരി ഫെബ്രുവരി ഇതുവരെ ആ കമ്പനിയുടെ ഹിസ്റ്ററിയിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സീനിയേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിനക്ക് പോകാം, പക്ഷേ നിനക്ക് ഇൻസെൻറ്റീവ് കിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഫെബ്രുവരി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എമൗണ്ട് പോലും അവർ ഹോൾഡ് ചെയ്യാണ്ട് എനിക്ക് ആ എമൗണ്ട് ഫുള്ളായിട്ട് എനിക്ക് അവർ ഇൻസെൻറ്റീവ് എൻ്റെ മൊത്തത്തിൽ അവർ റിലീസ് ചെയ്ത് തന്നിരുന്നു. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വേഗം അമ്മയെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഇങ്ങനെ കാൻഡിൽ പ്രയർ എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്കിങ്ങനെ എൻ്റെ ഇൻസെൻറ്റീവ് റിലീസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്കിത് ഇൻസെൻറ്റീവ് ഫുൾ എമൗണ്ട് തന്നെ റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ അമ്മയൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇറങ്ങണമായിരുന്നു. എനിക്ക് ഹെൽത്തൊക്കെ വളരെ വയ്യാണ്ടായി, പിന്നെ അവിടെ നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് ഏപ്രിൽ 4-ാം തീയതി എൻ്റെ 1 വർഷമാവും. ഞാനപ്പോൾ ഏപ്രിൽ 3-ാം തീയതി എൻ്റെ HR-ൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, മാം ഇങ്ങനെ ഞാൻ ഇറങ്ങുവാണ്, എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, ലൈക്ക് നിനക്ക് 1 മന്ത് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ട് നിനക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് കമ്പനി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, ഇല്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് പിന്നെ എനിക്ക് ഇനിയും 1 മന്ത് അവിടെ നിൽക്കാമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. നമ്മൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ പിന്നെയും അത് ഡിലേ ആവും, പിന്നെയും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും കിട്ടാൻ. ഞാനപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ കൃപാസന അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുക, നീ ഇതുവരെ നിനക്ക് ഇൻസെൻറ്റീവ് ഇറങ്ങുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് കിട്ടണമെന്ന് പറഞ്ഞു, ഇതൊക്കെ ഇതുവരെ നടത്തി കിട്ടില്ലേ, നിനക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നടക്കുന്നു പറഞ്ഞു. ഞാനപ്പോൾ ഓക്കെ എന്നാൽ അങ്ങനെ എന്ന് വെച്ചുള്ള ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഈവൻ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഞാൻ ആ 5:30-യുടെ പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും രാവിലെ ബാംഗ്ലൂരായിരുന്നെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് എത്തിക്കുമായിരുന്നു. വല്ലപ്പോഴും ഉറങ്ങിപ്പോകുന്നല്ല, അങ്ങനത്തെ ഒരു സമയം അല്ലാണ്ട് ബാക്കി എല്ലാ ദിവസങ്ങളും തന്നെ ഞാൻ എത്തിക്കുമായിരുന്നു. അതുപോലെ ഈവനിങ്ങത്തെ പ്രയറും ഞാൻ മുടക്കാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഏപ്രിൽ 3-ാം തീയതി അവരെൻ്റെ അടുത്ത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പിന്നെ വൈകുന്നേരം അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് റിലീവിംഗ് ലെറ്റർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതി, എനിക്ക് വേറെ ഫൈനൽ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊന്നും റിലീസ് ചെയ്ത് തരണ്ട, എനിക്ക് പക്ഷേ എത്രയും പെട്ടെന്ന് എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അന്ന് ഈവനിങ് ആയപ്പോൾ എൻ്റെ അടുത്ത് HR വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഓഫീസിൽ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നിൻ്റെ റിലീവിംഗ് ലെറ്റർ ഞാൻ സൈൻ ചെയ്തേക്കാം, നിനക്ക് ഇന്ന് തന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 1 മന്ത് പറഞ്ഞതായിരുന്നു ഒരു, പക്ഷേ എൻ്റെ അടുത്ത് അന്ന് ഈവനിങ് തന്നെ എൻ്റെ അടുത്ത് കമ്പനിയിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പപ്പയമ്മയും വന്നു, എന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നാട്ടിൽ വന്നിട്ടും എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ പഠിച്ച ഫീൽഡിൽ ഫിനാൻസിൽ ഏതെങ്കിലും ഒരു ബിഗ് 4 കമ്പനിയിൽ എനിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത്, അതും കൊച്ചിയിൽ തന്നെ വേണമെന്നായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ 1-2 കമ്പനീസിൽ കോളേജിൽ നിന്ന് വന്ന് 1-2 കമ്പനീസിൽ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ അവരുടെ ലൈക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ഒരെണ്ണം ഇത്തിരി പാടായിരുന്നു. അടുത്തതിൽ അവർ പിന്നെ എന്തോ ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പപ്പയ്ക്ക് ബിസിനസ്സാണ്, പപ്പയുടെ കമ്പനിയിൽ തന്നെ ഞാൻ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ജസ്റ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സീനിയർ ചേച്ചി ഈ പറഞ്ഞ പോലെ ഇൻഫോബാക്കിൽ ഈ പറഞ്ഞ പോലെ ബിഗ് 4 കമ്പനിയിൽ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇങ്ങനെ ബാംഗ്ലൂർക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ടാക്സിലാണ്, ഞാൻ നിന്നെ റെഫർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചേച്ചി ഇത് തന്നെ വേണ്ടത്, പക്ഷേ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, വെറുതെ എന്തായാലും കൊടുത്തു നോക്കാം, നീ ഇതുവരെ നോക്കിയിട്ട് എന്തായാലും നടന്നിട്ടില്ലല്ലോ, എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി എൻ്റെ പേപ്പർ റെഫർ ചെയ്തു. അപ്പോഴും ഞാൻ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ബാംഗ്ലൂർ ആണല്ലോ, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, നമുക്ക് ചിലപ്പോൾ ഇനി എങ്ങാനും വല്ല കൊച്ചിയിലേക്ക് ആണെങ്കിലോ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഹൈബ്രിഡ് ആയിരിക്കും ഇവിടെ, അപ്പോൾ നിനക്ക് ചിലപ്പോൾ കുറച്ച് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ, കുറച്ച് അവിടെയും ബാംഗ്ലൂർ ഇടയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു മെയ് 13-ാം തീയതി ആയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന കമ്പനിയിൽ നിന്നാണ്, HR ആണ് വിളിക്കുന്നത്, നിൻ്റെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിനക്ക് ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യാം, 16-നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഹാപ്പിയായി. ജസ്റ്റ് അവരുടെ കമ്പനിയിൽ കയറുക എന്ന് തന്നെ നമ്മുടെ CV തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു പാടുള്ളൊരു കാര്യമാണ്. CV ഷോർട്ട് ലിസ്റ്റായി. ഞാനങ്ങ് 16-ന് 3 മണിക്കാണ് ഇൻ്റർവ്യൂ. ഞാനപ്പോൾ ഇൻ്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഞാനപ്പോൾ കൃപാസന മാതാവിൻ്റെ രൂപവും അതുപോലെ അമ്മയുടെ ലോക്കറ്റും കാര്യങ്ങളും, അപ്പോൾ അമ്മ എണ്ണയൊക്കെ തേച്ച് വെച്ച് ഞാനപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് റെഡിയായിട്ടിരിക്കുകയാണ്. വീട്ടിൽ വെച്ചാണ്, ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്, റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2:50-2:55 ആയപ്പോഴേക്കും ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് സത്യം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ സാക്ഷ്യം കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ സാക്ഷ്യത്തിലൊക്കെ എല്ലാവരും
ഇങ്ങനെ പറയാറുണ്ട്, ലൈക്ക് അമ്മയുടെ പേരുള്ള ഒരാളായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ആരെങ്കിലും നടത്തിയത്, അല്ലെങ്കിൽ അമ്മയുടെ കളറുള്ള ഡ്രസ്സ് ഇട്ട് ആരെങ്കിലും ഒക്കെ ആയിരുന്നു, അങ്ങനത്തെ ഇതൊക്കെ. ഞാനും വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് കാണിച്ചു തരണം, എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, എനിക്ക് ഈ പറഞ്ഞ പോലെ അമ്മയുടെ പേരില്ല. അപ്പോൾ ഞാൻ പാനലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പാനലിസ്റ്റിൽ 3 പേരാണ്, എനിക്ക് ഇൻ്റർവ്യൂവിന് കയറാൻ പാനലിസ്റ്റ് കിട്ടി 3 പേരാണ്. അപ്പോൾ അതിൽ ക്രിസ്ത്യൻ പേരുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ നമുക്ക് കയറാമെന്ന് വെച്ച് കയറി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ലേഡി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, 3 പേര് പാനലിസ്റ്റിന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഹായ് എലൻ, മൈ നെയിം ഇസ് മരിയ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. വെച്ചാൽ ഞാൻ ജസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു കാരണം, പക്ഷേ മാതാവിനായിട്ട് അങ്ങനെ വരുന്നത് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ലൈക്ക് എനിക്കത് ഇൻ്റർവ്യൂ ഇനിയിപ്പോൾ ഇവിടം വരെ മാതാവ് എനിക്ക് വന്നിരുന്നെങ്കിൽ എനിക്കിനി ബാക്കിയും കാര്യങ്ങളും കിട്ടുന്നുള്ളത്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നല്ല കോൺഫിഡൻസോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ഇൻ്റർവ്യൂവർ ഒരു ലേഡി ആയിരുന്നു, അവരുടെ പേര് മരിയ എന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, നിനക്ക് ഈ ജോലി കിട്ടും, ഇത് മാതാവ് നിനക്ക് വേണ്ടി തന്നെ വെച്ചേക്കുന്നതായിരിക്കും, നിനക്ക് കിട്ടും, എന്തായാലും ഇവിടം വരെ എത്തിയില്ലെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, ഞാൻ ഈ ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിൻ്റെ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങി, സാക്ഷ്യം പോലെ. അങ്ങനെ അന്ന് തൊട്ട് എഴുതി, ലൈക്ക് ഓരോ പ്രോസസ്സും കാര്യങ്ങളും. ഞാൻ മെയ് 13 തുടങ്ങിയിട്ട് ഒരു 1.5 മാസത്തോളം ഓരോ പ്രോസസ്സും കാര്യങ്ങളായിരുന്നു. കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, കുറേ പേപ്പേഴ്സും ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തടസ്സങ്ങളും കാര്യങ്ങളും വന്നു, നമ്മുടെ ഡോക്യുമെൻറ്റ് സബ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാം തന്നെ മാതാവ്, ഞാനപ്പോൾ ഓരോ സ്റ്റേജ് വരുമ്പോഴും ഞാൻ ക്യാൻഡിൽ പ്രയർ ഇട്ടിട്ട് പ്രാർത്ഥിക്കും, മാതാവ് എൻ്റെ ഈ ലെവൽ ഇന്നെ ടഫാണ്. ലാസ്റ്റ് ലെവലെത്തിയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, സീനിയർ മാനേജർ ലെവലാണ്, കുറച്ചധികം പ്രിപ്പയർ ആയിരിക്കണം, ലൈക്ക് അവരുടെ ഇതനുസരിച്ചിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ ഇപ്പോൾ ക്യാൻഡിൽ പ്രയർ ഇട്ട് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവ് ഇന്ന ലെവലാണ്, എനിക്ക് മാതാവ് കൂടെ ഉണ്ടായിരിക്കണം എല്ലാം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ അത്രയ്ക്ക് എളുപ്പമായിരുന്നു, ലൈക്ക് അവർ വെറുതെ ജസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയായിരുന്നു എനിക്ക് എല്ലാ ഇൻ്റർവ്യൂ. അങ്ങനെ അത്ര എളുപ്പത്തോടെയായിരുന്നു ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ മെയ് 24 ആയപ്പോഴേക്കും എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് HR 2-3 ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മെയ് 24 ജോയിൻ ചെയ്യണം, ജൂൺ 24 ജോയിൻ ചെയ്യണം, നീ റെഡി ആയിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മെയ് 20, 21 ഓഫർ ലെറ്റർ വന്നില്ല. അപ്പോൾ ഞാൻ HR അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പിന്നെ വിഷമത്തിലായി, പിന്നെ ഹോൾഡ് ആയി ഇങ്ങനെയൊക്കെ എന്നുള്ള. അപ്പോൾ അമ്മ എനിക്ക് ധൈര്യം തന്നിരുന്നു, നിനക്ക് കിട്ടുമത്, നിനക്ക് ഇവിടം വരെ എത്തിയതെങ്കിൽ നിനക്ക് കിട്ടാനുള്ള തന്നെയാണ്. ഞാനപ്പോൾ HR വിളിച്ചിട്ട് അപ്പോൾ HR പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാനപ്പോൾ അതിനൊക്കെ ഓക്കെ പറഞ്ഞു. അവർ അന്ന് വൈകുന്നേരം തന്നെ മെയ് 22 വൈകുന്നേരം തന്നെ, എനിക്ക് ഫ്രൈഡേ ആയിരുന്നു, മെയ് 22 വൈകുന്നേരം തന്നെ, ജൂൺ 22 വൈകുന്നേരം തന്നെ അവരെനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് അവരപ്പോൾ തന്നെ ഇത് ചെയ്ത് തന്നു. എനിക്ക് അവരുടെ അടുത്ത് എന്നാൽ ലേറ്റസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് തന്നെ ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജൂലൈ 1 ആയിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞായിരുന്നു. ജൂലൈ 1 തന്നെ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അതുവരെ എല്ലാം സ്മൂത്തായിട്ട് പോയി. ആ ഓഫ് ലെറ്റർ വന്നതിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ അടുത്ത് ഓഫ് ലെറ്ററിൻ്റെ ഒരു പ്രിൻറ്റ് ഞാനൊരു പേപ്പറിലെടുത്തു. ഞാനും അപ്പയും അമ്മേനും കൂടി ഇവിടെ വന്ന് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്ന് തിരിച്ചുപോയി. ഞാനങ്ങനെ ജൂലൈ 1 ഇൻഫോപാക്കിൽ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇന്നത്തേക്ക് ഏകദേശം 4-4.5 മാസം ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ കാരുണ്യ പ്രവൃത്തിയും കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാനും അമ്മയെ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അമ്മയായിട്ട് ഞങ്ങൾ ഇവിടെ ഓഫനേജും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സാലറിയുടെ ഒരു എമൗണ്ട് ഞാൻ അമ്മയ്ക്ക് എല്ലാ പ്രാവശ്യം കൊടുക്കുമായിരുന്നു. അമ്മ ഈ പറഞ്ഞ പോലെ എല്ലാ ട്യൂസ്ഡേയ്സും ലൈക്ക് സാറ്റർഡേയ്സും ഓരോ അടുത്തായിട്ട് അമ്മ കൊടുക്കാറുണ്ടായിരുന്നു, ചെറിയ ചെറിയൊരു എമൗണ്ടുകളൊക്കെ ഇട്ട്. പിന്നെ അമ്മ ഈ മേടിച്ചുകൊണ്ട് വന്ന പത്രം കുറച്ചൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ ഞാനും എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാനും കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ പള്ളിയിൽ പോക്ക് ഞങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ രാവിലെ എണീറ്റുള്ള മാതാവിനോടുള്ള പ്രാർത്ഥന, കുമ്പസാരം ആണെങ്കിലും 1 മാസത്തിൽ കൂടാറില്ല. ഞാൻ മാക്സിമം 1 മാസത്തിനുള്ളിൽ തന്നെ കുമ്പസാരവും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ഇതുപോലെ മോൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. മക്കളെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ എന്താണ് കുമ്പസാരം മാസത്തിലൊരിക്കലും ഞാൻ തന്നെ നിർബന്ധിച്ചാണ് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാറുള്ളത്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ഏകദേശം കുറഞ്ഞതൊരു 75 പേർക്കെങ്കിലും ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ട്യൂസ്ഡേയും സാറ്റർഡേയും ഇവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്,
അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു, അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. ഇവിടെ ട്രീസ ഷാജീസ് എന്ന അമ്മയാണ് ഉടമ്പടി എടുത്തത്. എന്നാൽ ഇന്ന് തൻ്റെ മക്കളും ഹസ്ബൻഡും കുടുംബം മുഴുവനും ഇന്നെങ്ങനെയാണ് ഉടമ്പടിയുടെ ഫലങ്ങൾ കൊണ്ട് നിറയുക, അതിന് അവരെല്ലാവരും എങ്ങനെ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രാധാന്യം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളായിരിക്കുന്ന ഓരോ അവസ്ഥകളിൽ അവരതെങ്ങനെ നിറവേറ്റുന്നു എന്നുള്ളതാണ്. അലൻ ഷാജി എന്ന ഈ മകൻ തനിക്ക് കിട്ടിയ ജോലിയെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ അതിനു മുൻപായിട്ട് തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അതിൻ്റെ ഒരു സബ്ജക്റ്റ് തനിക്ക് ഫെയിലാകേണ്ടി വന്നു. എന്നാൽ ഏറ്റവും എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് തനിക്ക് കിട്ടാതെ പോയത്. പിന്നീട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുണ്ടായ താമസം മൂലം എങ്ങനെയാണ് തനിക്ക് പുതിയ കോഴ്സും ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരുമോ? അപ്പോഴിവിടെ സമയമില്ല, വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. ഇവിടെയാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരേ ഒരു ദിവസം മാത്രം തനിക്കുള്ളപ്പോൾ രാത്രി 12 മണിക്ക് തന്നെ അത് യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്യുന്നു. അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. പിറ്റേ ദിവസം, അതായത് അമ്മയുടെ തിരുനടയിൽ വന്ന് കുടുംബസമേതം വന്ന് അമ്മയോട് ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. അതിനു മുമ്പായി ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ട് അലൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ തനിക്ക് ആ കിട്ടേണ്ട അതേ ദിവസം തന്നെ, അല്ലെങ്കിൽ പിന്നീട് തനിക്ക് അവിടെ ഒരു ചാൻസുമില്ല. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഇനി മറ്റൊരു വഴിയില്ല എന്നുള്ള ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന വഴിയാണ് ഉടമ്പടിയുടേതെന്ന്, അതുകൊണ്ട് തന്നെയാണ് അനുഭവങ്ങളാണ് നമ്മെ കൊണ്ടത് പറയിപ്പിക്കുക. പിന്നീട് തനിക്ക് കിട്ടിയ ജോലി, അത് ആദ്യത്തെ ജോലി തന്നെയാണെങ്കിലും അത് തനിക്ക് സാറ്റിസ്ഫൈഡ് ആകാതെ വന്നത് വിശുദ്ധ കുർബാന മുടങ്ങുന്നു. അതായത് അമ്മ ഉടമ്പടി എടുത്തത് മുതൽ തങ്ങളുടെ കുടുംബം ഒന്നു ചേർന്ന് വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് വിശുദ്ധ കുർബാന മുടങ്ങുന്നു. ഞായറാഴ്ച പോലും തനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുകയാണ്. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അമ്മയോട് പറയുകയാണ്. പിന്നീട് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ, അതും ഏറ്റവും നല്ല കമ്പനിയിൽ, ഇന്ത്യയിലെ ടോപ്പ് 4 കമ്പനികളിൽ ഒന്നിൽ തന്നെ ഈ മകന് പിന്നീട് ജോലി ലഭിക്കുന്നു. അതും ബാംഗ്ലൂർ വേണ്ട, കൊച്ചിയിൽ നിന്ന് തന്നെ ചെയ്യാം, വർക്ക് ഫ്രം ഹോമായിട്ട് കൂടുതൽ സമയവും ജോലി ചെയ്യാനുള്ള സാധ്യതകൾ, ഇങ്ങനെയൊക്കെ നാം കേൾക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം സാധിച്ചു തരുന്നതെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാവുക. അതുകൊണ്ടാണ് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അതുപോലെ അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു, അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. ഈ മക്കളും ഉടമ്പടി ജീവിതം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിനൊക്കെ തനിക്ക് തൻ്റെ സാലറിയും അതുപോലെ തന്നെ മറ്റ് ബൈ പേഴ്സണായിട്ടും വൃദ്ധസദനങ്ങളിലൊക്കെ പോയിട്ട് അമ്മയോടൊപ്പം മക്കളും എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നു, ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഇന്ന് വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകനെ യോഗ്യനാക്കിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ തൊട്ട് നിൽപ്പുണ്ട്, നാം അതൊന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. ഈ ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട്
ഉടമ്പടിയോട് കൂറു പുലർത്തുന്നവരാകണം. കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.